ഹലോ, ഞാനിപ്പോൾ ഉള്ളത് കൗണ്ടി കോർക്കിലെ കിൻസയിലുള്ള ചാൾസ് ഫോർട്ടിലാണ്. നമ്മൾ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെയാണ്. നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ അകത്തേറി ടിക്കറ്റൊക്കെ എടുത്ത് ഫോർട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. It's big, it's about 12 acres, 5 hectares. So there are two routes, the lower one takes you through the parade ground. ഇതാണ് ചാൾസ് ഫോർട്ടിൻ്റെ എൻട്രൻസ്. 1682 ചാൾസ് ഫോർട്ടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം 200 വർഷക്കാലം ബ്രിട്ടീഷ് ആർമിയുടെ ബാരക് ആയിട്ടാണ് ഈ ഫോർട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ടിൻ്റെ രാജാവായിരുന്ന ചാൾസ് രണ്ടാമൻ്റെ പേരാണ് ഈ കോട്ടയ്ക്ക് നൽകിയിരിക്കുന്നത്. ഏകദേശം 12 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഫോർട്ടാണ് ചാൾസ് ഫോർട്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു മിനിയേച്ചറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ ഏകദേശം 16 മീറ്ററോളം ഉയരമുണ്ട്, കടലിൻ്റെ ഭാഗത്തോട്ടൊക്കെ വരുന്നതേരും. അതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കകാലത്തിൽ ഇതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇതിൻ്റെ പണിയുടെയും മറ്റും ചിത്രങ്ങൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല പാത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ അവർ പ്രിസർവ് ചെയ്ത് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നു. പല മ്യൂസിയത്തിലും പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ് പൊട്ടിയതും പൊട്ടാത്തതുമായിട്ടുള്ള പഴയകാല പാത്രങ്ങളും മറ്റുമൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ അയർലൻഡിൻ്റെ പല സിറ്റിയിലും ഇതുപോലത്തുള്ള ഫോർട്ടുകൾ നിർമ്മിച്ചിരുന്നു. അത് ആ നഗരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, സംരക്ഷിക്കാൻ, മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനും മറ്റുമായിട്ട്. ഇത് ആർമി ഉദ്യോഗസ്ഥരും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്നത്തെ കാലത്തെ പൈപ്പ്, സ്മോക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പൈപ്പും മറ്റുമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ടൈപ്പ് ലെറ്റർ പാഡിൻ്റെ ഒരു പഴയ വെർഷനും, അതുപോലെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇങ്ക് ബോട്ടിലൊക്കെയാണ്. നിങ്ങൾ ഈ കാണുന്നത് ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ്റെ അന്നത്തെ ഒരു അന്നത്തെ ഒരു റൂമാണ്. എന്തെല്ലാം സാധനങ്ങളാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മിനിയേച്ചറാണ്. അതുപോലെ ഓരോ പട്ടാളക്കാരൻ്റെയും റാങ്കിനനുസരിച്ചിട്ടുള്ള യൂണിഫോം, അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്നത്തെ കാലത്തെ തോക്ക്, തിരകൾ, പീരങ്കിയിലും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല വലുപ്പത്തിലുള്ള പീരങ്കി ഉണ്ടകൾ, ക്യാനൺ ബോൾസ്, അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ടിറങ്ങിയപ്പോൾ മുകളിൽ കാണിച്ചിരുന്ന പീരങ്കി ഉണ്ടകളിടാൻ പറ്റുന്ന പീരങ്കികളുടെ ചെറിയൊരു ഡിസ്പ്ലേ, ചെറുതും വലുതുമായ പീരങ്കികൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ചപ്പോൾ ടിപ്പുവിൻ്റെ കോട്ടയൊക്കെ കാണാൻ പോയി. ഇതിലും വലിയ പീരങ്കികൾ കണ്ടതൊക്കെ ഇപ്പോൾ ഓർക്കുവാണ്. ഇത് പീരങ്കി വഹിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ചെറിയ ഉന്തൂണ്ടിയാണ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ 1-ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചവരുടെ പേരുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഫോർട്ടിൻ്റെ മറ്റു ഭാഗത്തോട്ടൊക്കെ നമ്മൾ പോവാണ്. അപ്പോൾ സ്റ്റോർ ഹൗസ്, അന്നത്തെ കാലത്ത് ഈ അമ്യുനേഷൻസ്, വെടിമരുന്നുകളും മറ്റും സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലമാണ്. ഭയങ്കര ഇരുട്ടാണ്, ഒരു വെന്റിലേഷനോ സംഭവം ഒന്നുമില്ല. അന്നത്തെ കാലത്തെ ഫ്ലോറിങ് സംഭവമൊക്കെയാണ്. ഇത് ഈ ഫോർട്ടിൻ്റെ ഏറ്റവും താഴെ ഭാഗത്താണ്. അവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കടലിലേക്ക് പോവുകയാണ്. അന്ന്, അതായത് 300-400 വർഷങ്ങൾ മുമ്പ് ഉള്ള ഫ്ലോറിങ്ങിൻ്റെ ഒരു രൂപമാണ്. ഇങ്ങനെ നമ്മുടെ ഈ ഇടനാഴിയിലെല്ലാം 2 സൈഡിലും ഇതുപോലെ തന്നെ ബാരക്സ്, സ്റ്റോർ റൂമുകൾ ഇവർ വെച്ചിട്ടുണ്ട്. അത് സ്റ്റോർ റൂമെന്ന് എഴുതിയിട്ടുള്ളൂ. കൂടുതലായിട്ട് ഒരുപക്ഷെ ധാന്യവസ്തുക്കളോ അല്ലെങ്കിൽ പടക്കോപ്പുകളോ അതൊക്കെ ആയിരുന്നായിരിക്കാം. അപ്പോൾ ഒത്തിരി ഒരു അത്യാവശ്യം വലിയൊരു ഏരിയയാണ് ഇത്. 1922 ഇവിടെ സിവിൽ വാർ നടന്നു കഴിഞ്ഞപ്പോൾ ഈ കാസിൽ മുഴുവൻ കത്തിച്ച് കളഞ്ഞിരുന്നു. അന്ന് ചാൾസ് ഫോർട്ട് സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കുന്നത് വർഷത്തിലുടനീളമുണ്ട്. അതുപോലെ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശന സമയം. അവസാനത്തെ സന്ദർശകന് 5 മണിക്ക് മുമ്പ് പ്രവേശിക്കണം. അതുപോലെ ഒരു അഡൽട്ടിൻ്റെ ടിക്കറ്റ് 5 യൂറോയാണ്. നിങ്ങളീ കാണുന്നത് പഴയൊരു ലൈറ്റ് ഹൗസാണ്. ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല. ഇത് ഈ ഫോർട്ടിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണിപ്പോൾ. അതുപോലെ നമ്മൾ ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ പഴയ ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു രൂപം കാണുന്നത്. പഴയ അവശേഷിപ്പുകളുടെ ഇടയിലൂടെ കല്ല് വിരിച്ച പാതയിലൂടെ ഇങ്ങ് നടക്കുകയാണ്. ഇത് അങ്ങ് അറ്റത്ത് കാണുന്ന ബിൽഡിങ് താഴെ വീഴാതിരിക്കാൻ സൈഡിൽ നിന്ന് ഒരു താങ്ങ് കൊടുത്തിട്ടുണ്ട്. ചാൾസ് ഫോർട്ടിലെ ടൂറൊക്കെ കഴിഞ്ഞു, പയ്യെ ഞങ്ങൾ പോവുകയാണ്. എന്തുകൊണ്ടോ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു ഇന്ന്. നല്ല വെയിൽ, ചെറിയ കാറ്റ്. ഇതിപ്പോൾ കടലിൻ്റെ സൈഡിലാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ കാറ്റേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും ജാക്കറ്റ് ഇടാതെ വരാൻ പറ്റത്തില്ലല്ലോ.
അപ്പോൾ നമ്മുടെ ടൂറ് കഴിഞ്ഞു. വലിയൊരു ഏരിയയിലാണ്. അതിൻ്റെ ഗൈഡഡ് ടൂറൊന്നുമല്ല, നമ്മൾ തന്നെ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.